കല്യാണ കച്ചേരി. അല്പം ആശങ്കയോടെയാണ് ഭൂമി അവിടേക്ക് പോയത്. കാറിൽ നിന്നിറങ്ങുന്ന സുഭദ്രയും ബാലചന്ദ്രനെയും കണ്ടതോടെ അവളുടെ സംശയം കൂടുതൽ ബലപ്പെട്ടു. സുഭദ്ര കാറിൽ നിന്നിറങ്ങിയ പാടെ ഭൂമിയെ കണ്ടപ്പോൾ ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. ദീർഘനേരം നീണ്ടുനിന്ന ആ കെട്ടിപ്പിടുത്തത്തിനിടയിൽ എപ്പോഴോ ഭൂമിക്ക് മനസ്സിലായി സുഭദ്ര കരയുകയാണെന്ന്. അപ്പോഴേക്കും അവരെ വീട്ടിൽ വിട്ട ശേഷം അവർ വന്ന കാർ അവിടെ നിന്ന് പോയിരുന്നു. അല്പം ബലമായി തന്നെ ഭൂമി സുഭദ്രയിൽ നിന്നും അടർന്നു മാറി. എന്താമ്മേ? ഒരു നിമിഷം അവരുടെ കണ്ണീരിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. കാരണം അവരുടെ ട്രിപ്പ് തീരാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. എന്നാൽ കാർത്തി വിളിച്ചു പറഞ്ഞത് പ്രകാരം അവർ പെട്ടെന്ന് തന്നെ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്താ സുഭദ്ര ഇത്? നീ വെറുതെ കരഞ്ഞു വിളിച്ച് മോളെ കൂടി വിഷമിപ്പിക്കാനാണോ? ഭൂമിയുടെ മുഖത്തും കയ്യിലും കഴുത്തിലും എല്ലാം തൊട്ടുതലോടി അവളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് നിന്ന സുഭദ്രയെ നോക്കി ബാലേന്ദ്രൻ അത് ചോദിച്ചു. അതേസമയം തന്നെയാണ് കാർത്തി കുളി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നത്. അമ്മയൊക്കെ എപ്പോൾ വന്നു? വന്നിട്ട് ഒരുപാട് നേരമായോ? സുഭദ്രയോടാണ് കാർത്തി അത് ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞത് ബാലചന്ദ്രനായിരുന്നു. ഞങ്ങളിതാ ഇപ്പോൾ വന്ന് കയറുതേ ഉള്ളൂ. വന്ന് കയറിയപ്പോൾ തുടങ്ങി കെട്ടിപ്പിടിച്ച് കരച്ചിൽ. നീ തന്നെ നിൻ്റെ അമ്മയെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ബാലചന്ദ്രൻ ഉള്ളിൽ തിങ്ങിക്കൂടിയ അമർഷത്തോടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട് കാർത്തി സുഭദ്രയ്ക്കരികിലേക്ക് വന്നു. അമ്മ എന്തൊക്കെയായി കാണിക്കുന്നത്? അവൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. എന്നാലും മോനെ, ഒരെന്നാലും ഇല്ല. ഇത്രയും ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി രണ്ടാളും ഫ്രഷ് ആകുക. ദേവകിയമ്മ ഇന്നും വന്നില്ല. ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാം. ഒരുവിധം കാർത്തി സുഭദ്രയെ സമാധാനിപ്പിച്ചെങ്കിലും ഭൂമിയെ വിട്ടുപോകാൻ മനസ്സില്ല എന്ന മട്ടിൽ സുഭദ്ര ഭൂമിയുടെ കൈകളെ വിരൽ കൊരുത്തു പിടിച്ചു. ബാലേന്ദ്രൻ അവരെ രൂക്ഷമായെന്ന് നോക്കിയതോടെ അവളുടെ കയ്യിൽ നിന്നും പതിയെ അവർ പിടിവിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഭൂമിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ അരുമയായി ഒന്ന് തഴുകിക്കൊണ്ട് ബാലചന്ദ്രനും സുഭദ്രയ്ക്ക് പിന്നാലെ അകത്തേക്ക് കയറി. എന്താ കണ്ണേട്ടാ, അമ്മയ്ക്ക് ഈ വണ്ടി വന്നത്? അവർ വേറെ വണ്ടിയിലല്ലായിരുന്നോ പോയത്? അത്രയും നേരം മനസ്സിൽ തങ്ങി നിന്ന ചോദ്യം ഭൂമി കാർത്തിയോട് ചോദിച്ചു. അതേപ്പറ്റി ഞാൻ തന്നോട് പറയാൻ മറന്നുപോയി. അമ്മയൊക്കെ വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ്. അവരെ മെക്കാനിക്കിനെ വിളിച്ച് ആ വണ്ടി ഏൽപ്പിച്ച ശേഷം ടാക്സി വിളിച്ചു വന്നതാ. ആണോ? താൻ പോയി കുറച്ചു നേരം കിടക്ക്. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? പനിയുടെ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റെസ്റ്റ് അത്യാവശ്യമാണ്. കാർത്തിക് പറഞ്ഞത് പ്രകാരം ഭൂമി നേരെ മുകളിൽ അവരുടെ മുറിയിലേക്ക് പോയി. ഉറക്കം വരുന്നില്ലെങ്കിൽ പോലും അവൾ അല്പനേരം ബെഡിൽ കയറി കണ്ണടച്ച് കിടന്നു. കണ്ണിന് മുന്നിൽ ഇരുട്ട് തെളിയുമ്പോൾ എല്ലാം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കോളേജിൽ വെച്ച് നടന്ന ആ സംഭവങ്ങളായിരുന്നു. ഒരു നൂലിഴ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു വന്നതാണ് താനെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. കാർത്തി വരാം അല്പനേരം വൈകിയിരുന്നെങ്കിൽ തൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തപ്പോൾ അവൾക്ക് ഉടൽ വിറച്ചു. എന്നാൽ അതേസമയം തന്നെയാണ് 2 കൈകൾ വന്ന് അവളെ പൊതിഞ്ഞത്. കണ്ണ് തുറക്കുമ്പോൾ നോക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന കാർത്തികിനെയാണ്. ഈ കുഞ്ഞിത്തലയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നുകളാം. എന്നിട്ട് സമാധാനമായി കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങ്. അപ്പോഴേക്കും ഫുഡ് വരും. കാർത്തികിനെ നോക്കി തലകുലുക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ചു ഭൂമി. അവൻ്റെ അധരങ്ങൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. ഭൂമിയുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിടർന്നു. ഭൂമി അല്പനേരം മയങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഫുഡ് വന്നിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം സുഭദ്ര അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. മൂന്നാറിൽ നിന്ന് കാർത്തികിനും ഭൂമിക്കും വേണ്ടി സുഭദ്ര വാങ്ങിയ സാധനങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച ശേഷം പിന്നെയും കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരിരു കൂട്ടരും ഉറങ്ങാൻ വേണ്ടി അവരവരുടെ റൂമിലേക്ക് പോയത്. അപ്പോഴേക്കും തന്നെ ഭൂമിയെ ചെറുതായി പനിച്ചു തുടങ്ങിയിരുന്നു. റൂമിലെത്തി ഗായത്രി അവൾക്കായി നൽകിയ മരുന്നുകളെല്ലാം കാർത്തി അവളെ കൊണ്ട് കഴിപ്പിച്ചു. രാവിലെ ഉണർന്ന് എഴുന്നേറ്റപ്പോഴേക്കും ഭൂമിക്ക് ചെറുതായി പനിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയോട് അന്നേ ദിവസം കോളേജിലേക്ക് വരണ്ടെന്നാണ് കാർത്തി പറഞ്ഞത്. എക്സാം അടുത്തിരിക്കുന്നതിനാൽ പോർഷൻസൊക്കെ മിസ്സാകുമെന്ന് ഭൂമി പറഞ്ഞു നോക്കിയെങ്കിലും കർശനമായി കാർത്തി അവളോട് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞു. പനിയായത് കാരണം തന്നെ അവളുടെ സൗണ്ടൊക്കെ അടഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് സുഭദ്രയും പറഞ്ഞു ഭൂമിയോട് കോളേജിൽ പോകണ്ടെന്ന്. കാർത്തികിൻ്റെ കാറ് കോളേജിനായതിനാൽ രാവിലെ കാർത്തികിൻ്റെ വീട്ടിൽ വന്ന് കാർത്തികിനെയും കൂട്ടി ദേവ് കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ദേവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉമ്മർത്ത് നിൽക്കുവാണ് കാർത്തി.
അവനൊപ്പം തന്നെ ഭൂമിയുമുണ്ട്. അല്പനേരത്തിന് ശേഷമാണ് ദേവിൻ്റെ കാർ അവിടേക്ക് വന്നത്. കാർത്തിക്കിനൊപ്പം ഭൂമി നിൽക്കുന്നതിനാൽ തന്നെ ദേവ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഭൂമി ഓക്കെ ആയില്ലേ? ദേവ് ഭൂമിയോട് ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല സർ, ഭൂമി പറഞ്ഞു. തീരെ വയ്യ, നല്ല ജലദോഷമുണ്ട്. അതുകൊണ്ട് ഇന്ന് കോളേജിലേക്ക് വരേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഭൂമിയുടെ മറുപടിയോടൊപ്പം ചേർത്ത് കാർത്തിയും പറഞ്ഞു. അപ്പോഴേക്കും സുഭദ്രയും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് മോനെ? ഒരു കുശലം പോലെ സുഭദ്ര ദേവിനോട് ചോദിച്ചു. അമ്മയ്ക്ക് കുഴപ്പമില്ല ആൻറ്റി, ഇപ്പോൾ ഭേദമായി വരുന്നു. നെക്സ്റ്റ് വീക്ക് മിക്കവാറും അമ്മയുടെ കയ്യിലെ പ്ലാസ്റ്റർ എടുത്ത് മാറ്റും. ആണോ? അകത്തേക്ക് വാ, കഴിച്ചിട്ട് പോകാം. സുഭദ്ര സ്നേഹത്തോടെ അവനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. വേണ്ട ആൻറ്റി, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അത് പറയുന്നതോടൊപ്പം തന്നെ യാത്രയും പറഞ്ഞ് അവർ രണ്ടുപേരും കോളേജിലേക്ക് പോകാൻ ഇറങ്ങി. അവരുടെ കാർ കണ്ണിൽ നിന്ന് അകലും വരെ ഭൂമി ആ ഉമ്മർപ്പടിയിൽ നിന്നു. ആദ്യം എങ്ങോട്ടാണ് പോവേണ്ടത്? കാർത്തിക് കാറിലേക്ക് കയറിയപ്പാടെ ദേവ് ആദ്യം ചോദിച്ചത് അതായിരുന്നു. ആദ്യം പോകേണ്ടത് അവളുടെ വീട്ടിലേക്കാണ്, ആ അനുപമയുടെ. കാർത്തി അത് പറഞ്ഞതും ദേവിൻ്റെ കാറ് അനുപമയുടെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. പതിവ് പോലെ വെറുതെ ഭക്ഷണവും കഴിച്ച് ലിവിംഗ് റൂമിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുപമ. അവൾ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുമുണ്ട്. അവൾക്കൊപ്പം തന്നെ ടി വിയിലേക്ക് നോക്കിയിരിക്കുന്ന അവളുടെ അമ്മ ഗീതയും ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുന്നുണ്ട്. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നീ ഈ ഫോണിലേക്ക് നോക്കുന്നത്? പെട്ടെന്ന് അമ്മയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചോദ്യം ഉയർന്നതും അനുപമ ഒന്നും പകച്ചു. ഏയ് ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ. ഇന്നലെ മുതൽ ഞാൻ കാണുന്നുണ്ട് നിൻ്റെ ഈ വെപ്രാളവും ടെൻഷനും ഒക്കെ. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? പെട്ടെന്ന് ഗീതയുടെ വായിൽ നിന്നും അങ്ങനെ കേട്ടതും അനുപമയുടെ ഉള്ളിൽ ഒരാളലായിരുന്നു. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഇന്നലെ മുതൽ അമ്മ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞതോടെയാണ്. അനുപമയുടെ അമ്മ ഒരു പാവ സ്ത്രീയാണ്. ഓൾറെഡി ഒരു മകൾ ഒരാൾക്കൊപ്പം ഇറങ്ങിപ്പോയതിൻ്റെ വേദന ഇന്നും നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവരാണവർ. പക്ഷേ അനുപമയുടെ അച്ഛൻ അഭിലാഷ്, അയാളുടെ സ്വഭാവം നേരെ തിരിച്ചാണ്. ആ സ്വഭാവമാണ് രണ്ട് പെൺമക്കൾക്കും കിട്ടിയിരിക്കുന്നത്. ഗീതയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അനുപമയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നീട്ടു. അവളുടെ ടെൻഷന് പിന്നിലെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ മുതൽ വിളിക്കുമ്പോൾ ഗുണ്ടകളാരും ഫോൺ എടുക്കുന്നില്ല. മാത്രമല്ല, അവൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വാർത്ത കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ കാര്യത്തിൽ കറക്റ്റായി എന്താണ് സംഭവിച്ചതെന്നറിയാത്തതിൻ്റെ ടെൻഷനായിരുന്നു അവൾക്ക്. അതാണ് അനുപമയുടെ മുഖത്ത് തെളിഞ്ഞു നിന്നതും. പിന്നെയും ഗീത അനുപമയെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടതോടെ അവരുടെ നോട്ട് സഹിക്കവയ്യാതെ മുകളിലെ അവളുടെ മുറിയിലേക്ക് പോകാനായി സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോഴാണ് അനുപമ ആരോ കോളിംബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. ഗീത എഴുന്നേറ്റ് ഡോർ തുറക്കാനായി പോയി. കാർത്തികിനെ ചെറുതായി പരിചയമുണ്ട് ഗീതയ്ക്ക്. അനുപമയുടെ ഫോണിൽ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു കാർത്തികിൻ്റെ ഫോട്ടോ. അനുപമയില്ലേ? കോളേജിൽ പോകാനിറങ്ങിയ അതേ വേഷത്തിൽ തന്നെയാണ് കാർത്തിക്കും ദേവും. പക്ഷേ ഷർട്ടിൻ്റെ സ്ലീവ് തിരുത്തി മുകളിലേക്ക് കയറ്റി വെച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്ന കാർത്തിക്കിനെ കണ്ടതും ഗീതയ്ക്കുള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. ആരാ? മനസ്സിലായില്ലല്ലോ. പെട്ടെന്ന് ആ നിമിഷം അങ്ങനെ ചോദിക്കാനാണ് ഗീതയ്ക്ക് തോന്നിയത്. എൻ്റെ പേര് കാർത്തിക്, ഇത് ദേവ്. ഞങ്ങൾ അനുപമ ടീച്ചറിനെ ഒന്ന് കാണാൻ വന്നതാണ്. ഒരു മിനിറ്റ്, ഇപ്പോൾ വിളിക്കാം. നിങ്ങൾ അകത്തേക്ക് കയറി വരൂ. ഗീത മര്യാദയോടെയാണ് അവരോട് സംസാരിച്ചത്. എന്നാൽ മുകളിലേക്ക് കയറാൻ തുടങ്ങിയ അനുപമ താഴെ ആരോ വന്നുവെന്നറിഞ്ഞ് അവിടേക്ക് പോകാതെ തിരികെ താഴേക്ക് നടക്കുമ്പോഴാണ് അകത്തേക്ക് കയറി വരുന്ന കാർത്തിക്കിനെയും ദേവിനെയും കാണുന്നത്. അറിയാതെ ഉമിനീരിറക്കിപ്പോയി അവൾ. ഹായ് കാർത്തിക്. ആഹാ, ദേവ് സാറും ഉണ്ടല്ലോ, അനുപമ പറഞ്ഞു. എന്നാൽ അനുപമയെ കണ്ട മാത്രമേ തന്നെ കാർത്തിക് ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. എന്താ രണ്ടാളും ഒരുമിച്ച്? നിങ്ങൾ മാത്രമേ വന്നുള്ളോ? ഭൂമിയെ കൊണ്ടുവന്നില്ലേ സർ? വളരെ ക്യാഷ്വലായി അനുപമ അത് ചോദിച്ചതും കാർത്തിയുടെ കൈ അവളുടെ കവളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അടിയുടെ ആഘാതത്തിൽ ഒരു സൈഡിലേക്ക് വേച്ചുപോയി അനുപമ. അതേസമയം തന്നെ അവളുടെ കയ്യിലിരുന്ന ഫോൺ തെറിച്ച് താഴേക്ക് വീണിരുന്നു. അനുപമ അടികൊണ്ട് താഴേക്ക് വീഴുന്നത് കണ്ടതും വാതിക്കൽ നിന്നിരുന്ന ഗീത പെട്ടെന്ന് ഓടി അവൾക്ക് അടുത്തേക്ക് വന്നു. മോളെ, നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ കാണിക്കുന്നത്? വീട്ടിൽ കയറി വന്നിട്ട് തോന്നിവാസം കാണിക്കുന്നോ? ഗീത ചീറിക്കൊണ്ട് കാർത്തികിനും ദേവിനും അടുത്തേക്ക് ചെന്നു. തോന്നിയാസം കാണിച്ചത് ഞങ്ങളല്ല,
നിങ്ങളുടെ ഈ നിൽക്കുന്ന മകളാണ്. പെട്ടെന്ന് കാർത്തി അത് പറഞ്ഞതും ഗീതയുടെ നോട്ടം അനുപമയിലേക്ക് നീണ്ടു. അനു, എന്താ ഇവർ പറയുന്നതിൻ്റെ അർത്ഥം? നീ ഇവരോട് എന്ത് ചെയ്തെന്നാണ് ഇവർ ഈ പറയുന്നത്? അമ്മ, എനിക്കൊന്നും അറിയില്ലമ്മേ. ഞാൻ നിൽക്കുന്ന കാർത്തി സാറിനെ സ്നേഹിച്ചു എന്നല്ലാതെ ഇവരോട് ഒരു തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടില്ലമ്മേ. കള്ളക്കണ്ണീരോടെ ഗീതയെ നോക്കി പറയുവാണ് അനുപമ. നിനക്കൊന്നും അറിയില്ലല്ലേടി. ദേവ് അനുപമയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ഇല്ലെന്ന് ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞു. കാർത്തി, നീയെങ്കിലും എന്നെ വിശ്വസിക്ക്. ഒന്നുമില്ലെങ്കിലും കുറേ കാലം പ്രേമിച്ചവരല്ലേ നമ്മൾ. പരസ്പരം ഒന്നാകാനുള്ള വിധി നമുക്കില്ലായിരുന്നെങ്കിലും എന്നെ നീ നല്ലതുപോലെ മനസ്സിലാക്കിയതല്ലേ. നോക്കനുപമ, ഒരു കാലത്ത് നിന്നെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നോട് ചെയ്തിട്ടുള്ളൂ. സ്നേഹിക്കാൻ പോയിട്ട് നിന്നെയൊക്കെ കണ്ടാൽ 7 അടി മാറി നടക്കണമെന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നും. തനിക്കതൊക്കെ തോന്നും. ചെറിയൊരു പെണ്ണിനെ ഭാര്യയെ കിട്ടിയില്ലേ. നിങ്ങൾ നോക്കിയപ്പം എന്നേക്കാളും എന്തുകൊണ്ട് ഭേദം അവളാണെന്ന് തോന്നിക്കാണും. അനുപമ കത്തിക്കയറുകയാണ്. വായടക്കടി. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെയുള്ള അവളുടെ ഒരു പഴംപുരാണം. ഞാനൊന്നും ചെയ്തിട്ടില്ല കാർത്തി. എനിക്കത് 100% വിശ്വാസമുണ്ട്. എങ്കിൽ പിന്നെ ഭൂമിയെ തട്ടിക്കൊണ്ടുപോകാൻ നീ എന്തിനാണ് ആളെ വിട്ടത്? പെട്ടെന്നത് കേട്ടപ്പോൾ അനുപമയ്ക്കൊരു ഞെട്ടലുണ്ടായെങ്കിലും അതൊക്കെ സമർത്ഥമായി മറച്ചു വെച്ചുകൊണ്ടവൾ കാർത്തിക്ക് നേരെ തിരിഞ്ഞു. ഭൂമിയെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആളെ വിട്ടെന്നോ? അനാവശ്യം പറയരുത്. നിർത്തടി നിന്റെ ഡ്രാമ. എല്ലാ തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗുണ്ടകളിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോൺ കാർത്തികിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ദേവ്. ഇന്നലെ ഭൂമിയെ തട്ടിക്കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് വീണ് കിട്ടിയ ഫോണാണ്. നിന്റെ നമ്പർ ഇതിൽ സേവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നീ അവരുമായി സംസാരിക്കുന്ന കോൾ റെക്കോർഡ്സൊക്കെ ഞങ്ങൾക്കിത് പരിശോധിച്ചപ്പോൾ കിട്ടി. മാത്രമല്ല, ഭൂമിയും പറഞ്ഞിരുന്നു അവരുടെ ഫോണിൽ നീ വിളിക്കുന്നതും നിന്റെ ശബ്ദവും അവൾ വ്യക്തമായി കേട്ടെന്ന്. സത്യം പറയുന്നതാണ് അനുപമ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കും. കാർത്തി, ആവശ്യമില്ലാത്ത പറയരുത്. ഇപ്പോഴും ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗീതയ്ക്ക് ആ നേരം കൊണ്ട് എന്തൊക്കെയോ ചില സംശയങ്ങൾ ഉടലെടുത്തു. അനുപമ ഇടയ്ക്കിടയ്ക്ക് പതറുന്നതും അവൾക്ക് മുമ്പിൽ നിൽക്കുന്ന കാർത്തിക്കിൻ്റെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസവും കാണിക്കെ ഗീതയ്ക്ക് മനസ്സിലായി തൻ്റെ മകൾക്ക് ഇതിലൊരു പങ്കുണ്ടെന്ന്. ദേവ്, പോലീസിനെ വിളിക്ക്. പെട്ടെന്ന് കാർത്തി അങ്ങനെ പറഞ്ഞു കളയുമെന്ന് അനുപമയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം അവൾക്കറിയാവുന്ന ഒരു കാർത്തി ഉണ്ടായിരുന്നു. ഏതിനും അവളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് അവളെ ജീവനായി കൊണ്ടു നടന്ന കാർത്തി ഇന്നവൻ ഒരുപാട് മാറിയിരിക്കുന്നു. അനുപമ മനസ്സിൽ ചിന്തിച്ചു. വേണ്ട കാർത്തി, വേണ്ട, പോലീസിനെ വിളിക്കണ്ട പ്ലീസ്. പക്ഷേ ആ നേരം കൊണ്ട് തന്നെ ദേവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. അനു, ഇവർ പറയുന്നതിന് എന്തെങ്കിലും സത്യമുണ്ടോ? ഗീത അനുപമയോട് ചോദിച്ചു. അത് അമ്മേ. ആ നേരം കൊണ്ട് തന്നെ ഗീതയ്ക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി. അവരുടെ വലങ്കയും അവളുടെ കവിളിലേക്ക് പതിയാൻ അധികം നേരം വേണ്ടി വന്നില്ല. അതേ സമയത്ത് തന്നെ കൃത്യമായി അഭിലാഷ് ആ വീട്ടിലേക്ക് വന്നു. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് അനുപമ ഓടിപ്പോയി അഭിലാഷിനെ കെട്ടിപ്പിടിച്ചു. എന്തുപറ്റി മോളെ? എന്തിനാ മോള് കരയുന്നേ? അഭിലാഷ് അനുപമയോട് ചോദിച്ചു. അവളൊന്ന് പതറിയ നിമിഷം. ഞാൻ പറയാം. ആ ചോദ്യത്തിന് മറുപടിയെ കാർത്തി മുൻപോട്ട് വന്നു. നീ ഏതാ? ഗീതയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അഭിലാഷ് അവരോട് ചോദിച്ചു. ഞാൻ ആരും ആയിക്കൊള്ളട്ടെ. നിങ്ങളുടെ മോള് ചെയ്ത തോന്നിവാസം എന്താണെന്നറിയാമോ? എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാനായി ഗുണ്ടകളെ അയച്ചിരിക്കുന്നു. അതും അവൾ പഠിക്കുന്ന കോളേജിലേക്ക്. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ കാർത്തി എല്ലാ തെളിവുകൾ സഹിതം അവിടെ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഗീത നെഞ്ചിൽ കൈവച്ച് നിന്നു. അനുപമ ചെയ്തത് തെറ്റാണെന്ന് അഭിലാഷിന് മനസ്സിലാക്കി പോലും ആ നിമിഷം തൻ്റെ മോളെ അവർക്കിട്ട് തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന ഭാവത്തിലായിരുന്നു അയാൾ. വിഷമിക്കാതെ മോളെ, ഇവർ നിന്നെ എന്തോ ചെയ്യാനാ. ആരും ഒരുത്തനും ഈ വീട്ടിൽ വന്ന് നിന്നെ കൊണ്ടുപോകില്ല എങ്ങോട്ടും. അഭിലാഷിൻ്റെ ആ വാക്കുകൾ അനുപമയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു. അവളൊരു അഹന്തയോടെ കാർത്തികിനെ നോക്കി നെഞ്ചു വിരിച്ചു നിന്നു. അവൻ്റെ കൈപതിഞ്ഞ കവളിൽ അവൾ വിരൽ ചേർത്തു. അനുപമയുടെ കണ്ണുകളിൽ പകയാളി. അതേ സമയം തന്നെയായിരുന്നു ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് വന്നത്. പോലീസ് യൂണിഫോമിൽ 4 പോലീസുകാർ അവിടേക്ക് വന്നു.
അതിൽ 2 പേർ വനിതാ പോലീസാണ്. കാർത്തി, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എൻ്റെ ഫ്രണ്ട് ACP ജഗന്നാഥ വർമ്മ. ഇന്നലെ തന്നെ നമ്മുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം വെച്ച് ഞാൻ ജഗന് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. കാർത്തി ആ നിമിഷം ദേവിനെ നന്ദിയോടെ നോക്കി. അഭിലാഷ് ഓടിച്ചെന്ന് ജഗന് മുന്നിൽ നിന്നു. ഇതൊരു കെട്ടിച്ചമച്ച കംപ്ലൈൻ്റാണ് സർ. എൻ്റെ മോളൊരു പാവമാണ്. അവൾക്കിതേപ്പറ്റി യാതൊരു അറിവുമില്ല. എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ തെളിവുകൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ തൻ്റെ മോളോട് ചോദിച്ചറിയാനുണ്ട്. അതിനുശേഷം തീരുമാനിക്കാം തൻ്റെ മോൾ നിരപരാധിയാണോ അല്ലയോ എന്ന്. തൽക്കാലം ഒന്ന് വണ്ടി കയറി, ജഗന്നാഥ് അനുപമയോട് പറഞ്ഞു. കയറാൻ കൂട്ടാക്കാതെ അനുപമ നിന്നപ്പോൾ 2 വനിതാ പോലീസുകാർ അവരുടെ ഇടവും വലവും നിന്ന് അവളെ പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി. ഗീത ആ നിമിഷം എല്ലാം നോക്കി നിർവികാരിയായി നിൽക്കുകയായിരുന്നു. അഭിലാഷിനാണെങ്കിൽ ഒന്ന് തടയാൻ പോലും കഴിയുന്നില്ല. ഒരു നോട്ടം കൊണ്ട് അഭിലാഷിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു ജഗന്നാഥ് ആ സമയം. താങ്ക് യു ജഗൻ. ദേവൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് പറഞ്ഞു. നമ്മൾ തമ്മിൽ അതിൻ്റെ ആവശ്യമുണ്ടോ ദേവ? ജഗ, ഇതാണ് എൻ്റെ ഫ്രണ്ട് കാർത്തിക്. ദേവ് ജഗന്നാഥിന് കാർത്തികിനെ പരിചയപ്പെടുത്തി. ഈ കേസിൻ്റെ അപ്ഡേറ്റ് ഞങ്ങൾ നിങ്ങളെ നേരിട്ട് അറിയിക്കും. പിന്നെ വൈഫിനെയും കൂട്ടി ഒന്ന് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫീസിൽ വരേണ്ടി വരും. എന്താണ് നടന്നതെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണ്. ഓക്കെ സർ. അനുപമയും കൊണ്ട് ആ വണ്ടി മുന്നോട്ട് പോയപ്പോൾ വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെ കാർത്തിക്കും ദേവും കാറിലേക്ക് കയറി. അവർ 2 പേരും മുൻപേ കൂട്ടി കോളേജിൽ ഹാഫ് ഡേ ലീവ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം ഉച്ച കഴിയുന്ന നേരത്താണ് ഇരുവരും കോളേജിലെത്തിയത്. കാർത്തിക്കും ദേവും കൂടിച്ചേർന്നാണ് അനുപമ മിസ്സിനെക്കുറിച്ചുള്ള ഈ വക കാര്യങ്ങളും തെളിവുകൾ സഹിതം എല്ലാം പ്രിൻസിപ്പലിനോട് ചെന്ന് പറഞ്ഞത്. ഇതൊരിക്കലും മറ്റു ടീച്ചേഴ്സ് ആരും അറിയരുതെന്ന് അവർ പ്രത്യേകം പറയുകയും ചെയ്തു. അത് ഭൂമിയെ കരുതി മാത്രമായിരുന്നു. വൈകിട്ട് കാർത്തി വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ഗാർഡൻ്റെ നടുവിലായി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ബാലേന്ദ്രനും സുഭദ്രയും ഭൂമിയുമായിരുന്നു. പോർച്ചിലേക്ക് കാറ് പാർക്ക് ചെയ്ത ശേഷം അവനവർക്കടുത്തേക്ക് വന്നു. വാ കാർത്തി, നീ ഇവിടെ ഇരിക്കുക, കോഫി കുടിച്ചിട്ട് അകത്തേക്ക് പോകാം, സുഭദ്ര കാർത്തികയോട് പറഞ്ഞു. അതേസമയം ഭൂമിയുടെ കണ്ണുകൾ കാർത്തിയെ തന്നെയാണ് നോക്കിയത്. അതിന് കാരണം മറ്റൊന്നുമല്ല. ഇന്ന് കോളേജിൽ ഭൂമിയുടെ ക്ലാസ്സുകാർക്ക് ആദ്യത്തെ അവർ കാർത്തിയുടേതായിരുന്നു. പക്ഷെ കാർത്തി വരാതിരുന്നതിനാൽ സുമയെ ഭൂമിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. പനിയായതുകൊണ്ട് ഭൂമി ഇന്ന് ക്ലാസ്സിൽ വരില്ലെന്ന് അവൾ സുമയോട് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ കാർത്തിയും കാണാതായതോടെ 2 ആളും ഇന്ന് ലീവാണോ എന്നറിയാനാണ് സുമി മെസ്സേജ് ഇട്ടത്. അപ്പോഴാണ് ഭൂമിയും അറിയുന്നത് കാർത്തി ഇന്ന് ക്ലാസ്സിൽ പോയില്ല എന്ന കാര്യം. ഇടയ്ക്കിടയ്ക്ക് തന്നെ തേടി വരുന്ന പന്തിയല്ലാത്ത ഭൂമിയുടെ നോട്ടം കാർത്തിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നിൽ ഇങ്ങനൊരു കാരണം ഉണ്ടാകുമെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചതുമല്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറിയപ്പോൾ കാർത്തി നേരെ ഫ്രഷ് ആവാനായി മുകളിലെ മുറിയിലേക്ക് പോയി. അവന് പിന്നാലെ തന്നെ ഭൂമിയും. എങ്ങനെയുണ്ട് പതിരെ പനി? കുറവുണ്ടോ? ഉച്ചയ്ക്ക് മെഡിസിൻസൊക്കെ കഴിച്ചോ? കഴിച്ചു. ഒറ്റ വാക്കിൽ ഭൂമി മറുപടി ഒതുക്കി. പനി കുറഞ്ഞെന്നും പറഞ്ഞ് ധൃതി വെച്ച് നാളെ വന്ന് കോളേജിലേക്കൊന്നും പോകണ്ട. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇനി മൺഡേ മുതൽ താൻ പോയാൽ മതി. കാർത്തി പറഞ്ഞതിന് ഒന്ന് മൂളുക മാത്രമേ ഭൂമി ചെയ്തുള്ളൂ. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. പറഞ്ഞുകൊണ്ട് കാർത്തി ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ബിന്നിൽ നിന്നും ഭൂമി അവനെ വിളിച്ചത്. സാറൊന്ന് കോളേജിൽ പോയില്ലായിരുന്നോ? പോയി, പക്ഷെ ഞാൻ ഉച്ചയ്ക്കാണ് പോയത്. സാർ രാവിലെ ഇവിടെ പോയി? എന്താ ഭൂമി, നീ എന്നെ ചോദ്യം ചെയ്യുവാണോ? സാർ എവിടെ പോയി എന്ന് ചോദിക്കുന്നതിന് ചോദ്യം ചെയ്യലായിട്ടാണോ സാറ് കണ്ടിരിക്കുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയിരുന്നു, അനുപമയ്ക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനായി. അതിൻ്റെ ഫലമായി പോലീസ് വന്നവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ നാളെയോ മറ്റന്നാളോ നമ്മൾ ഒരുമിച്ച് വീണ്ടും സ്റ്റേഷനിലേക്കൊന്ന് പോകേണ്ടി വരും. അവർക്ക് എന്തൊക്കെയോ നിന്നോട് ചോദിക്കാനുണ്ട്. എങ്കിൽ പിന്നെ സാറിനത് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? ഞാനല്ലെങ്കിലും ഈ കാര്യം നിന്നോട് പറയാൻ തന്നെ ഇരുന്നു. നീയല്ലേ ഒരുമാതിരി പോലീസുകാരെ പോലെ എന്നെ ചോദ്യം ചെയ്തത്. അതുകൊള്ളാം, ഇപ്പം എനിക്കായോ കുറ്റം? ഭൂമി ഒരു കള്ള പരിഭവത്തോടെ അത് പറഞ്ഞു. കാർത്തി വന്നവളെ പിന്നിൽ നിന്ന് പുണർന്നു. ഓ, പിണങ്ങല്ലേ എൻ്റെ ഭൂമിദേവി, അവനവളെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. കാർത്തി ഫ്രഷായി വന്ന ശേഷം അവരെല്ലാവരും കൂടി ലിവിങ് റൂമിലിരുന്ന്
കാർത്തിയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ പേരക്കുട്ടിയുടെ വരാനിരിക്കുന്ന ബർത്ത്ഡേ ഫംഗ്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യുവാണ്. അപ്പോഴാണ് പുറത്ത് ആരോ കോളിംഗ് ബെല്ലടിച്ചത്. ഡോർ തുറക്കാനായി പോയ ബാലേന്ദ്രൻ ആരോട് ഉച്ചത്തിൽ സംസാരിക്കുന്ന കേട്ടുകൊണ്ടാണ് ബാക്കി 3 പേരും അവിടേക്ക് ചെന്നത്. സുഭദ്രയുടെയും ബാലചന്ദ്രൻ്റെയും കാർത്തികിൻ്റെയും മുഖത്ത് ഒരുപോലെ ദേഷ്യം. എന്നാൽ ഭൂമിയാണെങ്കിൽ കാർത്തിയുടെ അരികിലേക്ക് കൂടുതൽ പരിങ്ങി നിന്നു. ഒരു കൈകൊണ്ട് കാർത്തി അവളെ അവനോട് ചേർത്ത് നിർത്തി. വാതിലിനപ്പുറം നിൽക്കുന്നത് കിരണും അഞ്ജലിയുമാണ്. എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ട് നീ ഇവളെ കൂടെ അല്ലേ നീ ഇവളുടെ കൂടെ പോയത്? എന്തിനാണിപ്പോൾ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? സുഭദ്രയുടെ ചോദ്യം. കിരണ ആ സമയം അഞ്ജലി ഒന്ന് നോക്കി. അഞ്ജലിയുടെ നോട്ടം അത്രയും പോയത് ഭൂമിയിലായിരുന്നു. അവളുടെ കണ്ണിൽ ഭൂമി തൻ്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കിയവളാണ്. അമ്മേ, ഞങ്ങൾ കുറേ നാൾ ദുബായിലായിരുന്നു. പിന്നെ ഇത് എൻ്റെയും കൂടി വീടല്ലേ. ഇപ്പോൾ അഞ്ജലി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഒരിടത്ത് അങ്ങനെ നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്തായാലും ഇത് അന്യരുടെ വീടൊന്നും അല്ലല്ലോ. അഞ്ജലി, നീ അകത്തേക്ക് വാ. അതും പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യത്തോടെ കിരൺ അഞ്ജലിയുടെ കൈയും പിടിച്ച് മുകളിലെ അവൻ്റെ മുറിയിലേക്ക് പോയി. ബാക്കിയുള്ള 3 പേരും മുഖത്തോട് മുഖം നോക്കി നിന്നു. തുടരും. കഥ തീർക്കുമ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടതുകൊണ്ടാണ് ഇവരെയും കൂടെ കൊണ്ടുവന്നത്. ബോറടിപ്പിക്കാതെ തീർക്കാട്ടോ. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തരണേ. കമൻറ്റും ചെയ്യണം, ഒപ്പം ലൈക്കും കൂടി. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.